നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ വാഹനങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വെച്ചോളുക. ഇതൊരു ടയർ ഇൻഫ്ലേറ്റർ ആണ്. അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിന്റെ മോഡൽ നമ്പർ റീജൻസി എന്നാണ്. അപ്പൊ ഇതൊരു ടയർ ഇൻഫ്ലേറ്റർ മാത്രമല്ല, ഇതിനെ നിങ്ങൾക്കൊരു പവർ ബാങ്ക് ആയിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ ഈ ഒരു സാധനം മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും. അപ്പൊ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന്. അതിന് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല അടിപൊളി ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ബോക്സിന് മുകളിൽ മോഡൽ നമ്പരും ബ്രാൻഡ് നെയിമും അതേപോലെ തന്നെ ഏതൊക്കെ വാഹനങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. കാറിൽ പറ്റും, സൈക്കിൾ പറ്റും, ഫുട്ബോൾ പറ്റും, ബൈക്ക് പറ്റും. 1 ഇയർ വാറന്റിയുടെ കാര്യം ഇവിടെ ബോക്സിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുക യൂസർ മാനുവൽ ആണ്. അപ്പൊ ഈ യൂസർ മാനുവൽ നോക്കിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഇതിനുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യൂസർ മാനുവൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ളത് ഇതേപോലെ ഒരു ക്യാരിങ് പൗച്ച് ആണ്. അതായത് നമ്മുടെ ടയർ ഇൻഫ്ലേറ്റർ ഇതിൽ നമുക്ക് ഭദ്രമായിട്ട് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഇതിനോടൊപ്പം ഇതേപോലെ ചെറിയൊരു ബോക്സ് കിട്ടുന്നുണ്ട്. ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം എന്തൊക്കെ ഐറ്റംസ് ഇതിലുണ്ടെന്നുള്ളത്. ഇതാണ് കാർ സിഗരറ്റ് ലൈറ്റർ കോഡ്. അതായത് നമുക്ക് വയർഡ് ആയിട്ടും ഈ ഒരു ടയർ ഇൻഫ്ലേറ്റർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വയർഡുമാണ്, വയർലെസ്സുമാണ്. രണ്ട് രീതിയിലും നമുക്ക് ഈ ടയർ ഇൻഫ്ലേറ്റർ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മുടെ കാറിന്റെ സിഗരറ്റ് പോർട്ട് ഉണ്ടല്ലോ, അതിലോട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വയർഡ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത ഒരു എയർ ഹോസ് ആണ്. ടയറിനും ടയർ ഇൻഫ്ലേറ്ററിന്റെ ഇടയ്ക്കാണ് ഈ എയർ ഹോസിന്റെ സ്ഥാനം. അപ്പൊ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതേപോലെ ചെറിയൊരു കവറിൽ കുറെ വാൽവും നീഡിൽസും നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സൈക്കിളിന് ആണ് എയർ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ളത് സെപ്പറേറ്റ് ആണ്. അതേപോലെ ഫുട്ബോളിന് അടിക്കുമ്പോൾ അതിന് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള നീഡിലാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം ഒരു ടൈപ്പ് സി കേബിൾ ഉണ്ട്. ഈ ടൈപ്പ് സി കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടയർ ഇൻഫ്ലേറ്റർ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ബോക്സിൽ അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ ടയർ ഇൻഫ്ലേറ്റർ. ടയർ ഇൻഫ്ലേറ്റർ ഞാനൊന്ന് വെളിയിലെടുക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ടയർ ഇൻഫ്ലേറ്റർ. വലിയ വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല അടിപൊളി ഫിനിഷിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇതിന് മുമ്പ് ഞാനൊരു ടയർ ഇൻഫ്ലേറ്റർ വാങ്ങിയിരുന്നു. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടയർ ഇൻഫ്ലേറ്ററിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ലുക്ക് വൈസിൽ ഈ ഒരു ടയർ ഇൻഫ്ലേറ്റർ ആണ്. അതേപോലെ തന്നെ ഫീച്ചർ വൈസിലും ഇത് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഏറ്റവും താഴെ അഗാരോയുടെ ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് ഇതേപോലെ സ്വിച്ചസ് നൽകിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ മെയിൻ ആയിട്ട് ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആകും. ഓൺ ആയി കഴിയുമ്പോൾ ഇതിന് മുകൾ ഭാഗത്തായിട്ടൊരു ഡിസ്പ്ലേ തെളിഞ്ഞു വരും. ഈ ഡിസ്പ്ലേയിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ കാണുന്ന ഈ താഴെ കൊടുത്തിരിക്കുന്ന ബട്ടൺസ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ലൈറ്റ് തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ വളരെ യൂസ്ഫുൾ ആവും. അതേപോലെ തന്നെ ഇതിലൊന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതായത് നമുക്കൊരു ഹസാർഡ് ലൈറ്റ് ആയിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ ഒരു ഫംഗ്ഷനോടെ ഈ ഒരു ടയർ ഇൻഫ്ലേറ്ററിനുള്ളിൽ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതിന്റെ താഴെയായിട്ട് തൊട്ട് താഴെയായിട്ട് മറ്റൊരു ചെറിയ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്തിട്ടുള്ള കുറെ അധികം സെറ്റിംഗ്സുകൾ ഇതിലുണ്ട്. അതായത് ഇപ്പൊ കാറിനാണ് നമുക്ക് എയർ അടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് പ്രീസെറ്റ് ആയിട്ട് ഒരു പ്രഷർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സൈക്കിൾ ആണെങ്കിൽ സൈക്കിളിന്റെ പ്രഷർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബൈക്ക് ആണെങ്കിൽ ബൈക്കിന്റെ, ഫുട്ബോൾ ആണെങ്കിൽ അതിന്റെ, അങ്ങനെ ഒരു പ്രീസെറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ പ്രീസെറ്റ് മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിന് താഴെയായിട്ട് ഒരു പ്ലസ് മൈനസ് ബട്ടൺ കണ്ടോ, ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രഷർ ഇവിടെ വന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ സ്ക്രീനിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മോഡുകൾ ചേഞ്ച് ചെയ്യുമ്പോഴും അത് ഏത് മോഡാണെന്നുള്ളത് ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ കാറിന്റെ ആണെങ്കിൽ കാർ കാണാം, സൈക്കിള്, ബൈക്ക്, ഫുട്ബോള്, അങ്ങനെ ഓരോ മോഡുകൾ നമുക്ക് ഇതിൽ നോക്കിയും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ തൊട്ടടുത്തായിട്ട് ബാറ്ററി പെർസെന്റേജ് എത്ര ഉണ്ടെന്നുള്ളത് അറിയാനുള്ള ഒരു സൗകര്യവും നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രണ്ട് സൈഡിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ടയർ ഇൻഫ്ലേറ്ററിൽ നൽകിയിട്ടുള്ളത്. ഇനി ഇതിന്റെ സൈഡ് വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും നമുക്ക് എയർ വെന്റുകൾ നൽകിയിട്ടുണ്ട്. നോക്കുക, രണ്ട് സൈഡിലും എയർ വെന്റ് നൽകിയിട്ടുണ്ട്. ഓവർ ഹീറ്റ് ഒന്നും ആകാതിരിക്കാനായിട്ടാണ് ഈ എയർ വെന്റ് നൽകിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ബോട്ടം സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 പോർട്സ് നൽകിയിട്ടുണ്ട്. ഒന്ന് ടൈപ്പ് സി പോർട്ടാണ്, മറ്റൊന്ന് ടൈപ്പ് എ പോർട്ടാണ്. അതിനോടൊപ്പം തന്നെ സിഗരറ്റ് ലൈറ്റ് കോഡ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് നമ്മുടെ കാറിന്റെ സിഗരറ്റ് പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വയർഡ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് ഇതിനുള്ളിലുള്ള ചാർജ് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വയർ ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇതിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയ ടയർ ഇൻഫ്ലേറ്ററിൽ ഇങ്ങനൊരു ഫീച്ചർ ഇല്ലായിരുന്നു. ഇത് വളരെ യൂസ്ഫുൾ ആണ്. അഥവാ ഇതിന്റെ ചാർജ് തീർന്നു പോയെന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിന്റെ മുകൾ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഹോൾ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ആ ഒരു ഹോസ് ഉണ്ടല്ലോ, എയർ നോസിലിന്റെ ആ ഒരു ഹോസ് ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഫിസിക്കൽ ഓവർവ്യൂവിൽ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്.
ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ കാറ്റൊന്ന് അഴിച്ചു വിടാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കിത് കണക്ട് ചെയ്തിട്ട് എയർ ഫില്ല് ചെയ്ത് നോക്കാം എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്, എത്ര സമയം കൊണ്ട് ഇത് നമുക്ക് എയർ ഫില്ല് ചെയ്ത് തരുന്നുണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സൗണ്ട്, അതായത് ഇതേപോലെയുള്ള എയർ ഇൻഫ്ലേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു സൗണ്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നുള്ളതുകൂടെ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇത് നമുക്ക് ബാറ്ററിയിൽ ചെയ്യാൻ പറ്റും, അതായത് ഇതിലുള്ള ഇൻബിൽഡ് ആയിട്ടുള്ള ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എയർ ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ സിഗരറ്റ് ലാമ്പ് പോർട്ടിലോട്ട് കണക്ട് ചെയ്തുകൊണ്ടും ഇത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം ആദ്യം നമുക്ക് ടയറിൻ്റെ കാറ്റൊന്ന് അഴിച്ചു വിടാം. ഓക്കെ, ഇനി നമുക്ക് ഈ എയർ ഇൻഫ്ലേറ്ററുമായിട്ട് നമ്മുടെ ഈ ഒരു ഹോസ് ഇതിനോടൊപ്പം ലഭിച്ചത് കണക്ട് ചെയ്യണം. അത് ഈ രീതിയിൽ ഞാൻ കാണിച്ചു തന്ന രീതിയിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗമാണ് നമ്മൾ ടയറിൻ്റെ വാൽവിലേക്ക് സെറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് പവർ ഓൺ ചെയ്യാം. ഇത് ടയറിന്റെ വാൽവിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ ലോക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ട മോഡ് ഇതിൽ സെലക്ട് ചെയ്യണം. അതിനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മോഡ്സ് ഇങ്ങനെ മാറി വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഇപ്പം കാറിനാണ് എയർ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം 36 PSI ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ എത്ര പെർസെൻറ്റേജ് നമ്മുടെ ടയറിനുള്ളിൽ എയർ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ അറിയാനായിട്ട് സാധിക്കും. ഇവിടെ 0 ആണ് കാണിച്ചിരിക്കുന്നത്, കാരണം മൊത്തം എയറും ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എയർ ഫില്ല് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് എത്രയും വരുന്നുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റിനുള്ളിൽ എയർ ഫില്ല് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 0-ൽ നമ്മൾ 36 PSI വരെ ഇതിൽ എയർ ഫില്ല് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഊരി എടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഇതിലിങ്ങനെ ഒന്ന് അൺലോക്ക് ആക്കിയിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊരിപ്പോരും. കണ്ടോ, ഇത്രയും പരിപാടിയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാനിത് വർക്ക് ചെയ്യിപ്പിച്ച സമയത്ത് ഇതിൻ്റെ അകത്തിൽ ബാറ്ററി പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു. നിങ്ങളുടെ കാണാൻ സാധിക്കും ഒരു 25% താഴെ ഇവിടെ ഇപ്പം ബാറ്ററി കാണിക്കുന്നുള്ളൂ. ഇനി നമുക്കിത് വയർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നോടൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ വാഹനത്തിൻ്റെ സിഗരറ്റ് ലൈറ്റിംഗ് പോർട്ട് ഉണ്ടല്ലോ, അതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് സിഗരറ്റ് ലൈറ്റിംഗ് പോർട്ട്. ഇത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ജസ്റ്റ് നമ്മൾ ഇതിങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ടയർ ഇൻഫ്ലേറ്ററിന്റെ ഈ ബാക്ക് സൈഡിലുള്ള പോർട്ടിലോട്ട് ഇതിന്റെ ഒരു അറ്റൻ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഡിസ്പ്ലേ തെളിഞ്ഞു വരും. അതിനുശേഷം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഊരി കഴിയുമ്പോൾ ഡിസ്പ്ലേ പോകുന്നുണ്ട്. നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. വളരെ സിമ്പിൾ ആണ് ഈ പരിപാടി. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വയർഡ് ആയിട്ടും ഈ ടയർ ഇൻഫ്ലേറ്റർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു Type-C ഡേറ്റ കേബിൾ ആണ്. ജസ്റ്റ് ഞാനിത് നമ്മുടെ ടയർ ഇൻഫ്ലേറ്ററിൽ കണക്ട് ചെയ്തു. അതിനുശേഷം എൻ്റെ ഫോണിലേക്ക് കണക്ട് ചെയ്യുകയാണ്. നമുക്ക് ഇവിടെ ചാർജിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ടയർ ഇൻഫ്ലേറ്ററിനെ നമുക്കൊരു പവർ ബാങ്ക് ആയിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മളിത് വയർഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ലെങ്ത് ഉള്ള ഒരു കേബിൾ ആണ് ഇതിനോടൊപ്പം ലഭിച്ചിട്ടുള്ളത്. വലിയ വാഹനമാണെങ്കിൽ പോലും നമുക്ക് ഇതേപോലെ 2 സൈഡിലും കൊണ്ടുപോയിട്ട് എയർ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഇത്രയും ലെങ്ത് ഉണ്ട്. ഞാൻ ഇതിന്റെ വെളിയിലോട്ട് വന്നു കഴിഞ്ഞാലും ഇത്രയും ലെങ്ത് നമുക്ക് വാഹനത്തിനുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലോട്ട് 2 ഡോർ തുറന്നിട്ട് നമുക്ക് 2 ഇടത്തായിട്ട് പോയി നിന്നിട്ട് ഈ സംഭവം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിനോടൊപ്പം ലഭിച്ചിട്ടുള്ള ഈ കേബിളിനും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ റിഫ്യൂസ് ചെയ്യരുത്. ഡോറൊക്കെ ഇത് വെച്ച് ഇതേപോലെ ഇങ്ങനെ വെളിയിലോട്ട് എടുത്ത് ഡോർ വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ പരിപാടി തീരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനി നിങ്ങൾക്ക് ബോളിൽ എയർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇതേപോലൊരു ചെറിയ ഹോള് കാണും ബോളിൽ. അതിലേക്ക് നമ്മുടെ ഈ ടയർ ഇൻഫ്ലേറ്ററിന്റെ കൂടെ കിട്ടുന്ന ഒരു പിൻ ഉണ്ടല്ലോ, ഈ പിന്ന് ഇത് നമ്മൾ ജസ്റ്റ് ഈ ടയർ ഇൻഫ്ലേറ്ററിൽ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് ഇതേപോലെ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ഹോളിലേക്ക് ഇങ്ങനെ ഇറക്കുക. ഇതിലൊട്ടും എയർ ഇല്ല, ഹോളിലേക്ക് ഇറക്കി അതിനുശേഷം ഒന്ന് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ എത്ര പെർസെൻറ്റേജ് എയർ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെ 0 ആണ്, ഒട്ടും ഇല്ല ഇതിൻ്റെ അകത്ത് എയർ. അപ്പോൾ നമുക്കിവിടെ ഈ മോഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് ബോൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് സ്റ്റാർട്ടിൽ ഇത് സംഭവം ഇതിനുള്ളിൽ എയർ ഫില്ലായിട്ടുണ്ട്. ഇനി ഈ രീതിയിൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് കാറ്, ബൈക്ക്, സൈക്കിള്, ഫുട്ബോള് എല്ലാം തന്നെ നമുക്ക് എയർ ഇൻഫ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം പ്ലാസ്റ്റിക് ബിൽഡാണ്. പക്ഷേ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും ഇതിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ. ഇതിന്റെ ലുക്കും ഫിനിഷും നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നല്ലൊരു ഫിനിഷിങ്ങിലാണ് ഇത് മൊത്തത്തിൽ ബിൽഡ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡും ഓക്കെയാണ്. നമ്മളിത് കയ്യിൽ കൊണ്ടു നടന്നാൽ പോലും ആളുകൾക്ക് മനസ്സിലാകത്തില്ല ഇതൊരു ടയർ ഇൻഫ്ലേറ്റർ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല. കാരണം നല്ലൊരു ഫിനിഷിംഗ് ഈ ഒരു പ്രൊഡക്റ്റിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റിന്റെ യൂസർ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. കാരണം
ഇതിന്റെ ഒരു ആവശ്യമുണ്ട്. വാഹനങ്ങൾ നമ്മൾ ദൂരയാത്രയൊക്കെ ഒരുപാട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐറ്റത്തിന്റെ ആവശ്യം നമ്മുടെ വാഹനത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ചാർജ് ചെയ്ത് എവിടെയെങ്കിലും വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഇതിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ പ്രൊഡക്റ്റിന്റെ ഒരു ക്വാളിറ്റിയെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് വർക്ക് ആവുന്നുണ്ട്. വാറന്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് കുറെ കാലം ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് താഴെ വീഴരുത്. താഴെ വീണ് കഴിഞ്ഞാൽ ഇത് പൊട്ടി നാശമായി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്ര വലിയൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിന് നല്ല ഫിനിഷിങ്ങും നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലുമാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നതെങ്കിലും താഴെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് സാമാന്യം വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇത് നാശമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വെള്ളത്തിലൊന്നും കൊണ്ടിടല്ലേ. ഇതിന്റെ സൈഡിലൊക്കെ കുറെ ഹോളുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ അകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, ആ കാര്യം കൂടെ ഓർത്ത് വെച്ചോളുക. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചേക്കാം. നിങ്ങൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതിന്റെ പ്രൈസ് കൂടുകയോ കുറയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ മാനേജ് ചെയ്തോളുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറോട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആവും. എന്തായാലും ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.